ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളെ പിറ്റത്തെ ദിവസം എത്തിയിട്ടോ. ആദീൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഇന്നാണ് കല്യാണം. അങ്ങനെ നമ്മൾ രാവിലെ ഒരുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവരെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ആ ഹാളിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത്, കാരണം ഹാളിൻ്റെ തൊട്ടടുത്തായിരുന്നല്ലോ റൂം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി റെഡിയായി ഹാളിൻ്റെ മുറ്റത്തും പുറത്തൊക്കെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചൊന്ന് കറങ്ങിയപ്പോഴേക്ക് ഇതാ നമ്മളെ ബ്രൈഡ് വരുന്നുണ്ട്. ബ്രൈഡും ഗ്രൂമും ഒക്കെ ഏകദേശം ഒരേ സമയത്ത് തന്നെ അവരെത്തി. നമുക്കുള്ള മുല്ലപ്പൂ ആട്ടോ ഈ കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ മുല്ലയൊക്കെ വെച്ച് എല്ലാവരും സുന്ദരിക്കുട്ടികളായി. ഇതാ നമ്മളെ ബ്രൈഡ് ആദ്യം അമ്മയും ചേച്ചിയും എല്ലാവരും കൂടെ വരുന്നുണ്ട്. നല്ല മൊഞ്ചത്തേക്കില്ലേ കാണാൻ. അങ്ങനെ നമ്മളെല്ലാവരും അവളെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഞാൻ ഗ്രൂമിനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ ഗ്രൂം അശ്വിൻ. പിന്നെ അവരെ കുറച്ച് കപ്പിൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവരെ എൻട്രി. ഹാളിലൊക്കെ എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ചെക്കിൻ്റെ എൻട്രി കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെ എൻട്രി. താലികെട്ട് കഴിഞ്ഞ ഉടനെ നമ്മളെ വേഗം ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. കാരണം സർപ്രൈസായിട്ട് 2 പേരും എത്തി നമ്മളെ ഫ്രണ്ട്സിൽ. ഒരാൾ ദുബായിന്ന്, ഒരാൾ കാനഡയിൽ. അപ്പോൾ ഭയങ്കര ഷോക്കിന് ആ വീഡിയോ കാണും. നമ്മൾ ഫോട്ടോ എടുക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ കറണ്ട് പോയി. കറണ്ട് വന്നപ്പോൾ ഇതേ തൊട്ടടുത്ത് 2 ആൾ. ഭയങ്കര ഷോക്കായി. അതേപോലെ ഭയങ്കര ഇമോഷണലായിട്ടോ എല്ലാവരും. കുറേ കാലമായിട്ട് കാണാത്ത ആൾക്കാരെ പെട്ടെന്ന് കണ്ടപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റും എന്താ പറയുക സന്തോഷവും എല്ലാം കൂടി കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഈ ഫോട്ടോസ്. അമർ വന്നതിനെ പറ്റി എന്താ പറയാ? ഇമോഷണലാ? നിനക്കെന്താ പറയാ? അത് കഴിഞ്ഞ് നമുക്കൊക്കെ വേഗം തിരിച്ചു പോകണ്ടോട്ട് നമ്മൾ പെട്ടെന്ന് സദ്യ കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ നല്ല അടിപൊളി സദ്യയും പായസവും ഒക്കെ കഴിച്ച് നമ്മൾ പിന്നെ ഫ്രഷ് ആകുമ്പോൾ എല്ലാവരും സാരിയൊക്കെ മാറ്റിയിട്ട് വേണമല്ലോ പോകാൻ. ബസ്സിൽ തിരിച്ച് പോകണ്ടേ. ബസ്സിലും ട്രെയിനും ഒക്കെ നോക്കി ഏകദേശം ടൈമൊക്കെ നോക്കി നമ്മൾ വേഗം സദ്യ കഴിച്ചതാ റെഡി. എല്ലാവരോടും ബായ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങാം കേട്ടോ. അവിടുന്ന് കുറച്ച് പേര് ട്രെയിനിൽ കാലിക്കറ്റേക്കും ബാക്കിയുള്ളവർ വയനാട്ടിലേക്കൊക്കെ കേട്ടോ. അത് നമ്മളെ ഫ്രണ്ടിൻ്റെ മോനാണ്. അങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്സ് അവിടെ ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഞങ്ങൾ 3 ആളും വയനാട്ടിലേക്ക് ബസ് കയറാൻ നിൽക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് കയറി വയനാട്ടിലെത്തി. ഇവർ 2 പേരും ഒന്ന് എൻ്റെ വീട്ടിലാട്ടോ സ്റ്റേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് പിറ്റേന്ന് ഇവർ വീട്ടിലേക്ക് പോയി.